The book of Joshua, chapter 1, verse 8. Keep this book of the law always on your lips. Meditate on it day and night, so that you may be careful to do everything written in it. Then you will be prosperous and successful. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. The word of God is not meant to be a distant text or a forgotten rule book. It is the living voice of God calling us to obedience, transformation and communion with Him. ദൈവവുമായിട്ടുള്ള സംസർഗത്തിലേക്കും രൂപാന്തരത്തിലേക്കും അനുസരണത്തിലേക്കും നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ശബ്ദമാണ് ദൈവവചനം. To meditate on it day and night is not merely an intellectual exercise, but a deep spiritual discipline, one that shapes our hearts, directs our steps and aligns our will with God's. പലപ്പോഴും ബുദ്ധിപരമായ ഒരു സമീപനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്കുള്ളത്. ഇത് ഒരാഴമായ ആത്മീയ അച്ചടക്കത്തോടെ ഭാവത്തോടെ സമീപിക്കേണ്ടതാണ് ദൈവവചനം. അത് നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ ജീവിത ചര്യകൾക്ക് ദിശ നൽകുന്നു, നമ്മുടെ ഹിതം ദൈവഹിതത്തിന് ഒത്തവണ്ണമാക്കി തീർക്കുകയും ചെയ്യുന്നു. In the season of great and holy Lent, we are invited to turn away from distractions and immerse ourselves in His truth. ഈ നോമ്പുകാലം നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തുന്ന സകലത്തിൽ നിന്നും വിദൂരരായിരുന്നു കൊണ്ട് അവൻ്റെ സത്യത്തിൽ മുഴുകിയിരിക്കുവാൻ നമുക്ക് ക്ഷണം നൽകുകയാണ്. The world offers fleeting definitions of success, but true prosperity is found in a soul that abides in the Lord. ലോകം അതിൻ്റെ പ്രലോഭനങ്ങളും മോഹങ്ങളും നമ്മെ വിളിക്കുമ്പോൾ ദൈവവചനത്തിൽ മുഴുകിയിരിക്കുന്ന ആത്മാവിനാണ് ഏറ്റവും അധികം ആനന്ദവും വളർച്ചയും സന്തോഷവും. When we cling to His word, it becomes a lamp unto our feet, guiding us through darkness, temptation and trials. ദൈവവചനത്തിൽ നാം നിരന്തരമായി മുഴുകിയിരിക്കുമ്പോൾ അത് നമ്മുടെ കാലുകൾക്ക് വിളക്കും, നമ്മുടെ അന്ധകാരത്തിൽ പ്രകാശവും, നമ്മെ തിന്മകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നുമൊക്കെയും വിടുവിക്കുന്നതായി തീരും. Let us not only read but live the scriptures. വചനം വായിച്ചാൽ മാത്രം പോരാ, ജീവിക്കുകയും ചെയ്യണം. May our thoughts, words and actions be shaped by divine wisdom, so that in obedience, humility and love we may find the eternal prosperity of a heart resting in God. നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ കർമ്മങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ രൂപപ്പെട്ട് നമുക്ക് അനുസരണത്തോടും താഴ്മയോടും സ്നേഹത്തോടും ദൈവത്തിൽ വസിച്ചുകൊണ്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.